ഹലോ, എൻ്റെ പേരാണ് മനീഷ് ആനന്ദ് ആൻഡ് യു ആർ നൗ വാച്ചിങ് റൈറ്റ് ഡ്യൂട്ടി. നമ്മളിന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലാണ് നമ്മളിന്ന് കടന്നു പോകാൻ പോകുന്നത്. അതെന്താണെന്ന് അറിയാമോ? ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയാണ്. നമുക്കെങ്ങനെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, നമുക്ക് ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയാൽ പോലും നമുക്കെങ്ങനെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്യാം. പക്ഷെ അവർക്കിത് അറിയാൻ പറ്റില്ല, അവരുടെ വ്യൂവേഴ്സിൽ നമ്മൾ വന്നെന്ന്. അതെങ്ങനെ നമുക്ക് വീഡിയോട്ട് ഇതുപോലത്തെ ഒരു ഫോണിൽ നമുക്ക് ആദ്യം മുതൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോർ തുറക്കുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക, എന്നിട്ട് സ്റ്റോറി സേവർ .net എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഐക്കൺ കാണും, ഇതേപോലത്തെ ഒരു ഐക്കൺ. ഇതിൻ്റെ ഡെവലപ്പർ ലോവറൻഡ് ആപ്സ് ആണ്. അപ്പോൾ ആ ഒരു കമ്പനിയാണ് ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ആപ്പ് തുറക്കുക, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ യൂസർ നെയിം ടൈപ്പ് എന്നിട്ട് മതി. ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നീഡ് ടു ലോഗിൻ വൈ ഇൻസ്റ്റഗ്രാം എന്ന് ഒരു വാർണിംഗ് കാണിക്കും. അതിൽ എസ് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ആവും. എന്നിട്ട് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, അവരുടെ വ്യൂവേഴ്സ് ലിസ്റ്റിൽ വരാൻ പോകുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ DPയിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് സ്റ്റോറീസ്, ഹൈലൈറ്റ്സ്, പോസ്റ്റ്സ് എന്ത് വേണം ഡൗൺലോഡ് ചെയ്യാം. സ്റ്റോറീസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അയാളുടെ സ്റ്റോറി ഇതാണ്. ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണും. അപ്പോൾ അവിടെ നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അത് ഒരു ഗ്രീൻ ടിക്ക് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ആയി, നിങ്ങൾ ഗാലറിയിൽ സേവ് ആയി എന്നുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ കാണണം എന്ന് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അതിനുവേണ്ടി ഈ പ്ലേ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇതുപോലെ ഒരു പ്ലെയറിൽ കാണാൻ പറ്റും. ഇനി നമ്മളുടെ ഗാലറിയിൽ ചെന്ന് നോക്കിയാൽ അയാൾ എന്ത് സ്റ്റോറിയാണ് ഇട്ടിരിക്കുന്നത്, ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്തായാലും നമുക്കത് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഒരാളുടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നത്. അത് നമ്മുടെ ഗാലറിയിൽ അവർ അറിയാതെ തന്നെ അവരുടെ വ്യൂവേഴ്സ് ലിസ്റ്റിൽ വരുകയേ ഇല്ല. നമുക്ക് വേണമെങ്കിൽ അവരത് കാണാം, അല്ലെങ്കിൽ ഡൗൺലോഡും ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്, കാണാം, ഡൗൺലോഡ് ചെയ്യാം. Hope you understand the content. Hope you enjoy the video and do subscribe my channel if you like the video.